മുസ്ലിം ലീഗ് കൊടുവള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ ഭാര്യയ്ക്കും മകനും നഗരസഭയിൽ ഇരട്ട വോട്ട്. കൊടുവള്ളി നഗരസഭയിലെ 28, 29 ഡിവിഷനുകളിലാണ് രണ്ടുപേർക്കും വോട്ടുള്ളത്. കള്ളവോട്ട് ചേർത്തതിന്റെ തെളിവാണ് പുറത്തുവന്നതെന്ന് LDF വ്യക്തമാക്കി. മുസ്ലിം ലീഗ് കൊടുവള്ളി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ഖാദറിന്റെ ഭാര്യയ്ക്കും മകനുമാണ് നഗരസഭയിലെ 28, 29 ഡിവിഷനുകളിൽ വോട്ടുള്ളത്. രണ്ടുപേർക്കും 28ാം ഡിവിഷനായ നരൂക്കിൽ കരട് വോട്ടർ പട്ടികയിൽ വോട്ടുണ്ടായിരുന്നു. ഇത് മറച്ചുവെച്ചാണ് വോട്ട് കൂട്ടിച്ചേർക്കാനുള്ള അവസരം മുതലെടുത്ത് 29ാം ഡിവിഷനായ കൊടുവള്ളി ഈസ്റ്റിലും വോട്ട് കൂട്ടിച്ചേർത്തത്. സൈറ ബാനുവിന് ഡിവിഷൻ 28ൽ ക്രമനമ്പർ 988 വോട്ടുള്ളത്. ഇതേ പട്ടികയിൽ 868 ക്രമനമ്പറായി മകൻ അബ്ദുൾ റാക്കിൻ KKയുടെ പേരുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാണ് 29ാം ഡിവിഷനിൽ പുതിയ വോട്ടുകൾ ചേർത്തത്. 29ലെ പട്ടികയിൽ 1195 സൈറ ബാനുവിൻ്റെ വോട്ട് കൂട്ടിച്ചേർത്തത്. രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് അവരുടെ പിതാവിൻ്റെ പേരും നൽകി. എന്നാൽ വീട്ടുപേരിലോ വീട്ടു നമ്പറിലോ മാറ്റമില്ല. മകൻ്റെ പേര് അബ്ദുൾ റാക്കിൽ എന്നത് റാക്കിൽ എന്നു മാറ്റി. രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് മാതാവായ സൈറ ബാനുവിൻ്റെ പേര് നൽകി. കള്ളവോട്ട് ചേർത്തതിൻ്റെ തെളിവാണ് പുറത്തു വന്നതെന്ന് CPIM കൊടുവള്ളി ലോക്കൽ സെക്രട്ടറി K ഷറഫുദ്ദീൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനവും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനവും വഹിക്കുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാവ് തന്നെ തൻ്റെ ഭാര്യയുടെയും മകന്റെയും വോട്ട് നിലവിലെ ഒരു പട്ടികയിൽ ഉണ്ടായിക്കൊള്ള തന്നെ തൊട്ടടുത്ത് കള്ളവോട്ട് ചേർക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ മുനിസിപ്പാലിറ്റിയിലാകെ മുസ്ലിം ലീഗിന്റെ നിരവധി ആളുകളെയാണ് ആ രീതിയിൽ ഒരു സ്ഥലത്ത് വോട്ട് ഉണ്ടായിക്കൊള്ള തന്നെ മറ്റ് ഡിവിഷനിലേക്ക് വോട്ട് ചേർത്തിരിക്കുന്നത്. നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ സെക്രട്ടറിയെ സ്വാധീനിച്ച് UDF വ്യാപകമായി ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് നേരത്തെ LDF ആരോപിച്ചിരുന്നു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ കുടുംബത്തിലെ രണ്ടുപേർക്ക് 2 ഡിവിഷനുകളിൽ വോട്ട് ചേർത്തത് പുറത്തു വന്നതിലൂടെ ഇത് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.